PK ലേണിംഗ്സിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോ സിസ്റ്റംസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെസ്പിറേറ്ററി സിസ്റ്റമാണ്, ശ്വസന വ്യവസ്ഥയെ പറ്റിയാണ് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ശ്വസനം എന്നുള്ളത് ആദ്യമായി കണ്ടെത്തിയത് ആര് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജീവികളിലെ ശ്വസന പ്രക്രിയയെ ലളിതമായി വിശദീകരിക്കുന്നതിൽ വിജയിച്ച ശാസ്ത്രജ്ഞനാണ് 18ാം നൂറ്റാണ്ടിലെ ആന്റോയിൻ ലാവോസിയർ എന്ന് പറയുന്നത്. 1743 1794 ആയപ്പോൾ അദ്ദേഹം മരിക്കുകയുണ്ടായി. ജീവികളിലെ ശ്വസന പ്രക്രിയയെ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ആളാണ് ആന്റോയിൻ ലാവോസിയർ എന്നുള്ളത്. അപ്പം അദ്ദേഹം എന്താ പറഞ്ഞത്? വസ്തുക്കൾ കത്തുമ്പോഴും ജീവികൾ ശ്വസിക്കുമ്പോഴും നടക്കുന്നത് ഒരേ പ്രക്രിയയാണ്. വസ്തുക്കൾ കത്തുമ്പോഴും അതുപോലെ ജീവികൾ ശ്വസിക്കുമ്പോഴും നടക്കുന്നത് ഒരേ പ്രക്രിയ ആണെന്ന് പറഞ്ഞ ആളാണ് ആന്റോയിൻ ലാവോസിയർ എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ശ്വസനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സ് ആണ് അല്ലേ. പ്രധാനമായിട്ടും നമ്മുടെ ലങ്സ് ആണ്. ലങ്സ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ലങ്സ് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ലങ്സ് ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ഓർഗൻ എന്ന് പറയുന്നത്. അത് എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നെഞ്ചിനകത്തെ അറയാണ്. അതായത് ഔരാശയം, ഈ ഒരു ഏരിയ ആണ് തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനാണ് അബ്ഡോമിനൽ ക്യാവിറ്റി എന്നും പറയുന്നത്. അപ്പം അതിന് താഴെയായിട്ടുള്ള ഭാഗമാണ് ഉദരാശയം എന്ന് പറയുന്നത്, അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഇവയെ തമ്മിൽ വേർതിരിക്കാനായിട്ടൊരു പേശി നിർമ്മിതമായിട്ടുള്ളൊരു മസ്കുലാർ വോളുണ്ട്. അതാണ് ഇതെന്ന് പറയുന്നത് ഡൈഫ്രം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരല്പം വളഞ്ഞ് ഒരു ഡോം ഷേപ്പായിട്ടുള്ള ഇങ്ങനെ ഡോം ഷേപ്പായിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അല്പം മേലോട്ട് വളഞ്ഞാണ് ഇരിക്കുന്നത്. ഇതിന് ഒരു കമാന ആകൃതിയാണ് ഉള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ ശ്വാസകോശം എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ തൊറാസിക് ക്യാവിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഔരാശയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ശ്വാസകോശം എന്ന് പറയുന്നത് തൊറാസിക് ക്യാവിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നോക്കി. ഈ തൊറാസിക് ക്യാവിറ്റീനെയും അബ്ഡോമിനൽ ക്യാവിറ്റീനെയും തമ്മിൽ വേർതിരിക്കുന്നതായിട്ടുള്ള ഒരു മസ്കുലർ വോളാണ് ഡൈഫ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൈഫ്രത്തിനെ സംബന്ധിച്ച് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോളാണ് ഉള്ളത്. നമുക്ക് ശ്വാസം അകത്തേക്കുള്ള ഇൻഹലേഷനും എക്സലേഷനും സമയത്ത് ഇത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഈ ഒരു റെസ്പിറേറ്ററി ട്രാക്ട് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എന്ന് പറയുന്നത് നോസ്ട്രിൽസ്, അതായത് നാസാദ്വാരം, നമ്മുടെ ഈ മൂക്കിലുള്ള നാസാദ്വാരമാണ്. അത് കഴിഞ്ഞ് നേരെ വരുന്നത് ശ്വാസനാളത്തിലേക്കാണ്. ശ്വാസനാളം വഴി എങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്? ശ്വസനിയിലേക്ക് എത്തിയിട്ടുണ്ട്. ശ്വസനി എന്ത് ചെയ്യുന്നിട്ടുണ്ട്? ബ്രാഞ്ച് ആയിട്ടുണ്ട്. ആ ബ്രാഞ്ചുകളെയാണ് ശ്വസനിക എന്ന് പറയുന്നത്. ശ്വസനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോങ്കസ്, ബ്രോങ്കിയോൾസ്, ശ്വസനിക. അത് കഴിഞ്ഞിട്ട് ഓരോ അതിൻ്റെയും അറ്റത്ത് വായു അറകൾ, ആൽവിയോളസ് ഉണ്ട്. ഇതാണ് കമാന ആകൃതിയിലുള്ള ഡൈഫ്രം എന്ന് പറയുന്ന മസ്കുലാർ വോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നാസ്വാദ്വാരം, ശ്വാസനാളം, ശ്വസനി, ശ്വസനിക, വായു അറ, ഇങ്ങനെയാണ് വരുന്നത് നോസ്ട്രിൽസ്. ഈ നോസ്ട്രിൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാരിങ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ വരുന്നുണ്ട് കേട്ടോ. നോസ്ട്രിൽസ്, അത് കഴിഞ്ഞാൽ ഫാരിങ്സ്, അത് കഴിഞ്ഞാൽ ട്രക്കിയ, അത് കഴിഞ്ഞാൽ ബ്രോങ്കസ്, ബ്രോങ്കിയോൾസ്, ആൽവിയോളസ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇതിൽ ഈ ഫാരിങ്സ് എന്ന് പറയുന്നത് ഒരു കോമൺ പാസേജ് ആണ്. അതുവഴി നമുക്ക് ഫുഡും അതുപോലെ നമ്മൾ ഈ ശ്വസിക്കുന്ന വായുവും പോകുന്നുണ്ട്. ഈ ഒരു കോമൺ പാസേജിൽ നിന്നും നമ്മുടെ ട്രക്കിയയിലേക്ക് ഈ ഒരു ഫുഡ് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് പോലെ ഇരുന്നുണ്ട്. അതാണ് ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ആ ഗ്ലോട്ടിസിലേക്ക് ഫുഡ് കയറാതിരിക്കാനായിട്ട് വന്നടയുന്നതാണ് എപ്പിഗ്ലോട്ടീസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ശ്വാസനാളം എന്ന് പറയുന്നത്. ശ്വാസനാളം ശ്വസനി ആയിട്ട് ബ്രാഞ്ച് ചെയ്യപ്പെടുവാണ്. ശ്വസനികയാകുന്നുണ്ട്. ഓരോ ശ്വസനികയുടെ അറ്റത്തായിട്ട് എന്തുണ്ട്? ശ്വസനികളുടെ അറ്റത്തായിട്ട് എന്ത് വരുന്നുണ്ട്? വായു അറ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ അറ്റത്ത് വരുന്ന ആൽവിയോളസിനെയാണ് വായു അറ എന്ന് പറയുന്നത്. ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തികതയുള്ള അതിലോല സ്തര അറകളാണ്. ഇവയുടെ ഉപരിതലത്തിൽ വലക്കണ്ണികൾ പോലെ ധാരാളം രക്തലോമികൾ കാണപ്പെടുന്നു. രണ്ട് ശ്വാസകോശത്തിനുമായി ഏകദേശം 70 കോടി ആൽവിയോളസുകളാണ് ഉള്ളത്. ആൽവിയോളസുകളുടെ പ്രതല വിസ്തീർണം ഏകദേശം 70 മീറ്റർ സ്ക്വയർ ആണ്. ഇവ ശ്വസന പ്രതലത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിച്ച് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നു. ഇപ്പം നമ്മൾ ഈ ശ്വസിച്ച് അകത്തേക്ക് എത്തുന്ന ആ ഒരു ഗ്യാസിൻ്റെ എക്സ്ചേഞ്ച്, അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ സെല്ലിലേക്ക് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന് നമുക്ക് പുറന്തള്ളണം. ആ ഒരു ഗ്യാസിൻ്റെ എക്സ്ചേഞ്ച് കൂടി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ഈ രണ്ട് ഗ്യാസുകളുടെ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു സർഫസ് ഏരിയ നല്ലതായിട്ട് വേണം. അപ്പോൾ ഈ സർഫസ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു വായു അറകൾ എന്ന് പറയുന്നത് നല്ല പ്രതല വിസ്തീർണമുള്ളതാണ്. 70 മീറ്റർ സ്ക്വയർ വരുന്നതാണ്. രണ്ട് ശ്വാസകോശങ്ങളുമായി ഏകദേശം എത്രയുണ്ട്? 70 കോടി ആൽവിയോളസുകളാണ് ഉള്ളത്.
ഓക്കെ, ഇനി നമുക്ക് എന്താണ് വെന്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെന്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അന്തരീക്ഷത്തിൽ നിന്ന് ലങ്സിലേക്കുള്ള ഗ്യാസ് അതുപോലെ തിരിച്ച് വരുന്ന ഇതിനെയാണ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വായു അന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ ലങ്സിലേക്കും അവിടെ നിന്ന് തിരിച്ച് പുറത്ത് അന്തരീക്ഷത്തിലേക്കും പോകുന്നതിനെയാണ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഈ നമുക്ക് ഈ ശ്വാസം എടുക്കാനും അതുപോലെ തന്നെ പുറന്തള്ളാനുമായിട്ടൊക്കെ ഒരുപാട് മസിൽസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയുന്ന ഈ കാണുന്ന വാരിയെല്ല്, നമ്മുടെ റിബ്സ്, ഈ വാരിയെല്ലിന് ഇടയ്ക്ക് വരുന്നതാണ് ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയുന്നത്. ഇതാണ് ഡയഫ്രം എന്ന് പറയുന്ന കമാന ആകൃതിയിലുള്ള മസിൽ. അപ്പോൾ ഈ ഡയഫ്രം ആണെങ്കിലും ഇന്റർകോസ്റ്റൽ മസിൽസ് ആണെങ്കിലും വളരെ നല്ല രീതിയിലുള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക്. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് പോകാനും ഇവർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം അതായത് ഉച്ഛ്വാസം നിശ്വാസം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനം നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്നതിനെയാണ് ഇൻഹലേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നതിനെയാണ് എക്സലേഷൻ അല്ലെങ്കിൽ നിശ്വാസം എന്ന് പറയുന്നത്. ഈ ഉച്ഛ്വാസം നിശ്വാസത്തിന്റെ സമയത്ത് ഈ പറഞ്ഞ ഇന്റർകോസ്റ്റൽ മസിൽസ് ആണെങ്കിലും ഡയഫ്രം ആണെങ്കിലും എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഈ ഒരു പിക്ചറിൽ കറക്റ്റ് അത് കൊടുത്തിട്ടുണ്ട്. ഉച്ഛ്വാസ സമയം അതായത് നമ്മൾ ഇൻഹലേഷന്റെ സമയത്ത് എങ്ങനെയാണ് ഈ ഇന്റർകോസ്റ്റൽ മസിൽസും ഡയഫ്രം എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നതാണ് ഈ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഇന്റർകോസ്റ്റൽ മസിൽസ് സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സങ്കോചിക്കുമ്പോൾ റിബ്സ് കൊണ്ട് ഫ്രണ്ടിലോട്ട് ഉയരും, അതായത് കുറച്ചിങ്ങനെ വികസിക്കും. റിബ്സ് കൊണ്ട് ഫ്രണ്ടിലോട്ട് ഉയരുകയാണ് ചെയ്യുന്നത്. ഡയഫ്രം ആണെങ്കിലും സങ്കോചിച്ചിട്ട് താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്ക് സങ്കോചിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന പോർഷനിൽ നല്ല രീതിയിലുള്ള ഒരു വോളിയം കൂടും, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വോളിയം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിബ്സ് ഇന്റർകോസ്റ്റൽ മസിൽസ് സങ്കോചിക്കുമ്പോൾ റിബ്സ് മുന്നിലേക്ക് ഉയരുകയും അതായത് ഫ്രണ്ടിലോട്ട് ഉയരുകയും പിന്നെ ഡയഫ്രം എന്ത് ചെയ്യുന്നുണ്ട്, താഴോട്ട് വലിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വരുന്ന പോർഷന്റെ വോളിയം കൂടുന്നുണ്ട്. നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആണ്, അല്ലെ? പ്രഷർ കൂടിയ സ്ഥലത്താണെങ്കിൽ വോളിയം കുറവും, വോളിയം കൂടിയ സ്ഥലത്താണെങ്കിൽ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തിലേക്കായിരിക്കും ഗ്യാസിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വോളിയം കൂടുതലാണ്, പ്രഷർ കുറവാണ്. പുറത്ത് എങ്ങനെയായിരിക്കും? പ്രഷർ കൂടി നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? പ്രഷർ കൂടിയെടുത്തുനിന്ന് കുറഞ്ഞെടുത്തേക്കായത് ലങ്സിനുള്ളിലേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഏതെന്ന് പറയുന്നത് ഈ നിശ്വാസം എന്ന് പറയുന്ന പ്രക്രിയ. നിശ്വാസം ചെയ്യുന്ന സമയത്ത് ഈ ഇന്റർകോസ്റ്റൽ മസിൽസ് പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ഡയഫ്രം അതുപോലെ തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്, പൂർവ്വസ്ഥിതിയിലേക്ക് പ്രാപിക്കുകയും ചെയ്യുമ്പോൾ റിബ്സും എന്ത് ചെയ്യുന്നുണ്ട്, താഴോട്ട് പോകും. അപ്പം നമുക്ക് നോർമലായിട്ടുള്ള നമ്മുടെ പഴയ പൂർവ്വസ്ഥിതിയിൽ എത്തുമ്പോൾ ഈ വോളിയം എന്ത് ചെയ്യും? കുറയുവാണ് ചെയ്യുന്നത്. വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടും. അങ്ങനെ പ്രഷർ കൂടിയ ലങ്സിൽ നിന്നും പുറത്തേക്ക് അന്തരീക്ഷത്തിലേക്ക് വായു പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു വെന്റിലേഷൻ എന്ന് പറയുന്ന പ്രക്രിയ എന്ന് പറയുന്നത്. ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം ചുരുങ്ങുകയും വളവ് അല്പം നിവരുകയും ചെയ്യുന്നു. അതിനാൽ ഔരാശത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. തൽഫലമായി അന്തരീക്ഷ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ശ്വാസകോശം വികസിക്കുകയും ചെയ്യുന്നു. നിശ്വാസ സമയത്ത് ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു, ശ്വാസകോശം പൂർവ്വസ്ഥിതിയിലാകുന്നു. ശ്വാസകോശത്തിൽ നിന്ന് വായു എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് ആ ഒരു ഇന്റർകോസ്റ്റൽ മസിൽസിൻ്റെ ആണെങ്കിലും പിന്നെ റിബ്സിൻ്റെ ആണെങ്കിലും ഡയഫ്രത്തിൻ്റെ ആണെങ്കിലും എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. എന്താണ് ശ്വസനപഥം എന്നുള്ളത് നോക്കാം. നാസ്വാദ്വാരത്തിലൂടെ അകത്ത് കടക്കുന്ന വായു ശ്വാസകോശങ്ങളിലെ വായു അറയിലേക്ക് എത്തുന്നു. വായുവിൻ്റെ ഈ സഞ്ചാരപാതയാണ് ശ്വസനപഥം എന്ന് പറയുന്നത്. അപ്പോൾ ഉച്ഛ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എടുക്കുവാണ്. ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം നിവരുന്നു, വാരിയെല്ലിൻ കൂട് ഉയരുന്നു. എന്താണ്? ഔരാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, ശ്വാസകോശം വികസിക്കുന്നു. വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു, വാരിയെല്ലിൻ കൂട് താഴുന്നു, ഔരാശയത്തിന്റെ വ്യാപ്തി കുറയുന്നു, ശ്വാസകോശം ചുരുങ്ങുന്നു. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നതിനെയാണ് നിശ്വാസം എന്ന് പറയുന്നത്. ഇതാണ് ഉച്ഛ്വാസം നിശ്വാസം എന്ന് പറയുന്നത്. ഇനി ഉച്ഛ്വാസം നിശ്വാസത്തിൽ, അതായത് ഉച്ഛ്വാസത്തിന്റെ സമയത്ത് നമ്മളേക്ക് ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, വാട്ടർ മോളിക്യൂൾസ് ജലബാഷ്പമൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജൻ 21 ആണെങ്കിൽ പുറന്തള്ളുന്നത് എത്രയാണ്? 15%. നിശ്വാസവായുവിൽ 15% വരുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് 0.04% ആണ് നമ്മൾ അകത്തോട്ട് എടുക്കുന്നതെങ്കിലും പുറന്തള്ളുന്നതിൽ 4% വരുന്നുണ്ട്. നൈട്രജൻ ഈക്വൽ ആണ്, അകത്തോട്ട് എടുക്കുന്നതും പുറത്തോട്ട് പോകുന്നതും എത്രയാണ്? 78%. ജലബാഷ്പം 0.96 ആണെങ്കിൽ അത് തിരിച്ചു വരുന്നത് 3% ജലബാഷ്പമാണ് നമ്മൾ നിശ്വാസത്തിലൂടെ പുറത്ത് കളയുന്നത്. ഇതാണ് ഈ ഒരു ചാർട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ നമ്മളിപ്പം ഉച്ഛ്വാസം വഴി എടുക്കുന്ന ശ്വാസകോശത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്നിട്ട് കാര്യമില്ല, അല്ലേ? ഓക്സിജൻ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് വേണം? എനർജിക്ക് വേണ്ടിയിട്ട് ഈ ഓക്സിജൻ എല്ലായിടത്തും പോകണം, എല്ലാ സെല്ലുകളിലേക്കും എത്തണം. ഈ സെല്ലുകളിലേക്ക് എത്തണമെങ്കിൽ അവിടെ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കണം, ആൽവിയോളയിൽ ഒരു എക്സ്ചേഞ്ച് നടക്കണം. അതാണ്
ആൽവിയോളാർ ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ആൽവിയോളാർ വാതക വിനിമയം എന്ന് പറയുന്നത്. ആൽവിയോളുകളുടെ അവയെ പൊതിഞ്ഞിരിക്കുന്ന രക്തലോമികളിലെ ആ രക്തവുമായാണ് വാതക വിനിമയം നടത്തുന്നത് കേട്ടോ. വാതക വിനിമയം എന്ന് പറയും. അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽവിയോളസിൽ ഇതാണ് ആൽവിയോള എന്ന് പറയുന്നത്. ഇതിൽ പൊതിഞ്ഞിരിക്കുന്ന ആൽവിയോളർ രക്തലോമികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ രക്തലോമികൾ എന്ന് പറയുന്നത് ശരീരത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലും, ഓക്സിജൻ ഇവിടെ എന്താണ് കുറവുമാണ്. നമ്മൾ പുറത്തു നിന്നും നമ്മൾ ഇൻഹലേഷന്റെ സമയത്ത് നല്ല രീതിയിൽ ഇതാ കണ്ടോ, ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്, ആൽവിയോളയ്ക്കുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ കൂടിയിടത്തു നിന്നും കുറഞ്ഞിടത്തേക്ക് ഡിഫ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ആൽവിയോളയുടെ ഭിത്തിയാണെങ്കിൽ പോലും ഈർപ്പമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗ്യാസ് എക്സ്ചേഞ്ചിന്റെ ഡിഫ്യൂഷനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആൽവിയോളാർ ഭിത്തിയാണെങ്കിലും രക്തലോമികളാണെങ്കിലും ഒറ്റ നിര കോശമാണ്. അപ്പൊ അത് ഡിഫ്യൂഷന് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത കൂടുതലും ഓക്സിജന്റെ ഗാഢത കുറവുമാണ്. അപ്പം എന്ത് ചെയ്യും, ഓക്സിജന്റെ കൂടിയ സ്ഥലത്ത് നിന്നും ഈ കുറഞ്ഞ രക്തലോമികളിലേക്ക് കയറുവാണ് ചെയ്യുന്നത്. ആൽവിയോളാർ രക്തലോമികളിലേക്ക് ഓക്സിജൻ കയറുവാണ്. ഈ രക്തലോമിക വഴി എന്ത് ചെയ്യുന്നുണ്ട്, രക്തം പല സെല്ലുകളിലേക്ക് ഈ ഓക്സിജനെ കൊണ്ട് എത്തിക്കുവാണ് ചെയ്യുന്നത്. എന്താണ് പുകവലി നമ്മുടെ ആരോഗ്യത്തിലേക്ക് എങ്ങനെ പ്രശ്നമാകുന്നു എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. പുകവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകവലിയിലുള്ള ഈ പറയുന്ന കരിയും ടാറും മറ്റു വിഷപദാർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കും. ഇത് നിൽക്കാതെ ചുമയ്ക്ക് കാരണമാകും. പുകയിലയിൽ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കളും ഉണ്ട്. അപ്പം അതുകൊണ്ട് പുകവലി ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ലങ്സിൻ്റെ ആരോഗ്യത്തിനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കണം. ഈ ആൽവിയോളയിലെ വായുവും ആൽവിയോളാർ രക്തലോമികളിലെ രക്തവും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഒരു മില്ലിമീറ്ററിന്റെ 1000-1 താഴെയാണ്. ഒരു മില്ലിമീറ്ററിന്റെ 1000-1 താഴെയാണ് ഈ ആൽവിയോളൈസിലെ വായുവും ആൽവിയോളാർ രക്തലോമികളിലെ രക്തവും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, ചിലപ്പോൾ നമ്മളെ ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അവരുടെ ലങ്സിൻ്റെ ചില ഡിഫക്റ്റുകളുണ്ടാകും. അപ്പോൾ എന്താണ് ആ ഡിഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വായു നിറയുമ്പോൾ സുഗമമായി വികസിക്കാനും വായു ഒഴിയുമ്പോൾ പതുക്കെ ചുരുങ്ങാനും ഒക്കെ ആൽവിയോളയെ സഹായിക്കുന്നത് അതിനുള്ളിലുള്ള സർഫക്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ്. അപ്പോൾ ഇവയുടെ അളവ് തീരെ കുറവായ വെന്റിലേഷൻ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായി പോകും. ഇനി മാസം തികയാതെയുള്ളത്, അതായത് മാസം കറക്റ്റ് ആകാതെ ജനിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരിൽ എന്ത് ചെയ്യും, ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട്. അതായത് ഇതിൻ്റെ അളവ് സർഫക്റ്റൻ്റ് ഡെവലപ്പ് ചെയ്യാതെ വരുന്നുണ്ട്. അപ്പം അത്തരം കുട്ടികൾ എന്ത് ചെയ്യും, മരണപ്പെട്ടു പോകാറുണ്ട്. ഇതാണ് സർഫക്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വായു കയറുമ്പോഴും അതുപോലെ ഇറങ്ങുമ്പോഴും വികസിക്കുമ്പോഴും അത് സങ്കോചിക്കുമ്പോഴും ഒക്കെ ഉള്ള സമയത്ത് അതിനുള്ളിലുള്ള ഒരു സർഫക്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അതില്ലാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ മരിച്ചു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത് നോക്കിക്കേ, അതായത് ആൽവിയോളസിൽ നമ്മൾ പറഞ്ഞു ഇതാ ഇവിടെ നിന്ന് ഓക്സിജൻ ഇതാ ഇങ്ങോട്ടേക്ക് കയറുവാണ്. ആൽവിയോളസിൽ ഓക്സിജന്റെ ഗാഢത കൂടുതലായതിനാൽ ആൽവിയോളാർ രക്തലോമികളിലെ രക്തത്തിലേക്ക് ഓക്സിജൻ ഡിഫ്യൂഷനിലൂടെ വ്യാപിക്കുന്നു. ഈ രക്തലോമികളിലെ രക്തത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ടുണ്ട്. ഇനി ശ്വാസകോശത്തിൽ വെച്ച് ചെറിയൊരു ഭാഗം ഓക്സിജൻ പ്ലാസ്മയിലേക്കുന്നു. അപ്പോൾ ഈ ഓക്സിജൻ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്ലാസ്മയിൽ വെച്ചിട്ട് അത് ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാസ്മയിൽ രക്തത്തിന്റെ പ്ലാസ്മയുമായിട്ട് കുറച്ച് പോർഷൻസ് അത് കമ്പൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ബാക്കി വരുന്ന പോർഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറും. ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടെ ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു സംഭവമാകും. ശ്വാസകോശത്തിൽ വെച്ച് ചെറിയൊരു ഭാഗം O2 പ്ലാസ്മയിൽ ലയിക്കുന്നു. ബാക്കി O2 എന്ത് ചെയ്യുന്നുണ്ട്, ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ആകുന്നു. കോശത്തിനടുത്ത് വെച്ച് ഓക്സി ഹീമോഗ്ലോബിൻ വിഘടിച്ച് ഓക്സിജൻ സ്വതന്ത്രമാകും. അപ്പോൾ ഇത് എവിടെ എത്തി, കോശത്തിലേക്ക് എത്തി, സെല്ലിലോട്ടെത്തി. സെല്ലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് വിഘടിച്ച് ഓക്സിജൻ എവിടെ കൊടുത്തിട്ട് ഹീമോഗ്ലോബിൻ എന്താണ്, സ്വതന്ത്രമാവുകയാണ് ചെയ്യുന്നത്. രക്തത്തിൽ നിന്നും ഓക്സിജൻ പിന്നെ എങ്ങോട്ടേക്ക് പോകും, ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് പോകും. അവിടെ നിന്ന് എന്ത് ചെയ്യും, കോശങ്ങളിലേക്കും പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കോശത്തിനടുത്തെത്തിയതിന് ശേഷം പിന്നെ അത് എങ്ങോട്ടേക്ക് പോകും, ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് പോകും. അവിടെ നിന്നും കോശങ്ങളിലേക്ക് സെല്ലിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓക്സിജൻ എവിടെ എത്തിയിട്ടുണ്ട്, സെല്ലുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി കോശങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടിഷ്യൂ ദ്രവത്തിലേക്ക് വരുന്നുണ്ട്. ഈ ടിഷ്യൂ ദ്രവത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ തന്നെ 7% എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് പ്ലാസ്മയിലായിട്ടാണ് ലയിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഓക്സിജൻ പ്ലാസ്മയിൽ ലയിച്ചതുപോലെ തന്നെ 7% പ്ലാസ്മയിലാണെങ്കിൽ 23% ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിനാണ് ആകുന്നത്. അവിടെ നേരത്തെ ഓക്സിജൻ പ്ലസ് ഹീമോഗ്ലോബിൻ എന്തായി, ഓക്സി ഹീമോഗ്ലോബിൻ ആയതുപോലെ ഇവിടെ എങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഇനി ബാക്കി അപ്പോൾ 23 7 30 ബാക്കി 70% വരുന്നത് RBCയിലെ ജലവുമായിട്ട് സംയോജിച്ചിട്ട് എന്തായി മാറുകയാണ് ചെയ്യുന്നത്, ബൈകാർബണേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വരുന്നത് 70% ഉള്ള ബൈകാർബണേറ്റുകളാണ്. ആൽവിയോളാർ രക്തലോമികളിൽ വെച്ച് കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റുകളും വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിലേക്ക് എത്തുന്നു.
കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത പ്ലാസ്മയിൽ കൂടുതലായതുകൊണ്ട് തന്നെ ആൽവിയോളസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് കയറുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങോട്ടേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കയറി അത് പിന്നെ നമ്മുടെ ശ്വാസകോശം വഴി എന്താണ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു ആൽവിയോളാർ വാതക വിനിമയത്തിന്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്ന കോശ ശ്വസനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ നമുക്ക് നടക്കുന്നുണ്ട്. കോശത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോസ് ഓക്സിജനെ യൂസ് ചെയ്തത്. നമ്മൾ എന്തിനാണ് സെല്ലിലേക്ക് ഓക്സിജനെ കൊണ്ട് എത്തിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് ഓക്സിജന്റെ പ്രസൻസിൽ ഓക്സിജനെ ഉപയോഗിച്ചിട്ട് ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ചിട്ട് ഊർജം സ്വതന്ത്രമാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെല്ലുലാർ റെസ്പിറേഷനിൽ 2 സ്റ്റേജുകളാണ് വരുന്നത്, ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിൾ. ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്, കോശദ്രവ്യത്തിലാണ് നടക്കുന്നത്. അവിടെ ഓക്സിജന്റെ ആവശ്യകത ഇല്ല. അപ്പോൾ ഓക്സിജന്റെ ആവശ്യകത ഇല്ലാതെ ഈ ഗ്ലൂക്കോസിനെ അത് പൈറൂവിക് ആസിഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കോശശ്വസനത്തിന്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ നടക്കുന്നു, ഓക്സിജൻ ആവശ്യമില്ല, ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡും 2 ATP തന്മാത്രകളും ലഭിക്കുന്നുണ്ട്. ഈ പൈറൂവിക് ആസിഡ് അടുത്തത് എന്താണ്, മൈറ്റോകോൺട്രിയത്തിലേക്ക് പോയിട്ട് അവിടെ വെച്ചിട്ട് പൈറൂവിക് ആസിഡ് എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡും ജലവും അതുപോലെ തന്നെ 28 ATP ആയിട്ടാണ് മാറുന്നത്. അപ്പൊ നോക്കിക്കേ, ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആവുകയാണ് ചെയ്യുന്നത്. പൈറൂവിക് ആസിഡും പിന്നെ എന്താണ് 2 ATP ആണ് ഉണ്ടാകുന്നത്. ഇത് എവിടെയാണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സൈറ്റോപ്ലാസം കോശദ്രവ്യത്തിലാണ് നടക്കുന്നത്. ഇനി അടുത്തത് മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. ഈ മൈറ്റോകോൺട്രിയയിൽ നമ്മുടെ ഈ പൈറൂവിക് ആസിഡ് എന്തായിട്ട് മാറി, പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ 28 ATP 28 ATP വരും. അതാണ് ക്രബ് സൈക്കിളും ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും എവിടെയാണ് നടക്കുന്നത്, സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. റിയാക്റ്റന്റ് പങ്കെടുക്കുന്നത് ഗ്ലൂക്കോസ് ആണ്. അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് പൈറൂവിക് ആസിഡും 2 ATP മോളിക്യൂളും വരുന്നുണ്ട്. ഇതിൽ ഓക്സിജന്റെ ആവശ്യമുണ്ടോ, ഇല്ല, ഓക്സിജന്റെ ആവശ്യമില്ല. ക്രബ് സൈക്കിൾ ആകുമ്പോൾ മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. പൈറൂവിക് ആസിഡ് ആണ് അവിടുത്തെ റിയാക്റ്റന്റ്. പൈറൂവിക് ആസിഡ് എന്തായിട്ട് ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് വരുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറും 28 ATP മോളിക്യൂൾസും ആണ് വരുന്നത്. ഇവിടെ എന്താണ്, എന്തിന്റെ പ്രസൻസ് വേണം, ഓക്സിജന്റെ പ്രസൻസ് വേണം എന്നുള്ളതാണ്. ഇതാണ് ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളും എന്ന് പറയുന്നത്. അപ്പോൾ കോശശ്വസനത്തിന്റെ ഫലമായി, സെല്ലുലാർ റെസ്പിറേഷന്റെ ഫലമായി ഉണ്ടാകുന്ന ATP തന്മാത്രകളാണ് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജ സ്രോതസ് കിട്ടുന്നത്. നമുക്ക് ഡെയിലി ആക്ഷൻസ് അല്ലെ, നമ്മൾ പല പ്രക്രിയകളും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം എനർജി കിട്ടുന്നത് ഈ വഴിയാണ്, കോശശ്വസനം വഴിയാണ്. ഉപോൽപ്പന്നമായ കാർബൺ ഡൈ ഓക്സൈഡും ഒരു പരിധിവരെ ജലവും ഉടൻ തന്നെ ഇതിലൂടെ ഇതാണ് നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ പറഞ്ഞായിരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും ജലമാണെങ്കിലും നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നതിനെയും കാട്ടി പുറത്ത് കളയുന്നുണ്ട്. അതെല്ലാം ഈ സെല്ലുലാർ റെസ്പിറേഷന്റെ ഔട്ട് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ്. ഇപ്രകാരം ശ്വസനവാതകങ്ങളുടെ സംവഹനവും കോശങ്ങളിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിച്ച് ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയും ചേർന്നാണ് ശ്വസനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ശരിക്കും വെന്റിലേഷനും റെസ്പിറേഷനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അതായത് ശ്വസനവാതകങ്ങളുടെ സംവഹനം നടക്കുന്നുണ്ട്, കോശങ്ങളിൽ വെച്ചിട്ട് ഗ്ലൂക്കോസ് ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, എനർജി റിലീസ് ആക്കുന്നുണ്ട്. ഇതിനെയാണ് ശ്വസനം എന്ന് പറയുന്നത്, റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഹാൻസ് അഡോൾഫ് ക്രബ്സ്, അതായത് ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളും 1981 അല്ലെ എന്ന് ഹാൻസ് അഡോൾഫ് ക്രബ്സ് എന്ന ബയോകെമിസ്റ്റ് ശ്വാസശ്വസനത്തിലെ 2ാം ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തി. അതുകൊണ്ടാണ് ഇതിനെ ക്രബ് സൈക്കിൾ എന്ന് വിളിക്കുന്നത് അല്ലെ. ഹാൻസ് അഡോൾഫ് ക്രബ്സിന്റെ പേര് അതുകൊണ്ടാണ് ക്രബ് സൈക്കിൾ എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ കണ്ടെത്തലിന് 1953 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ ഫ്രിഡ്സ് ലിപ്മാനോടൊപ്പം അദ്ദേഹം പങ്കുവയ്ക്കാണ് ഉണ്ടായത്. അപ്പം ഗ്ലൈക്കോളിസിസ് ക്രബ് സൈക്കിൾ എന്ന പേര് കിട്ടിയത് ഇങ്ങനെയാണ്, ഹാൻസ് അഡോൾഫ് ക്രബ്സ് എന്ന് പറയുന്ന പേരിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി രക്തത്തിലെ പ്രധാനപ്പെട്ട ഒരു വർണ്ണകമാണ്, ഒരു പിഗ്മെന്റ് ആണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഈ ഹീമോഗ്ലോബിന് ഓക്സിജൻ ക്യാരി, ഒരു 4 മോളിക്യൂള് ഓക്സിജൻ ക്യാരി ചെയ്യാനായിട്ടുള്ള 4 തന്മാത്രകളെ ക്യാരി ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. RBCയിലെ വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. ഇരുമ്പ് മുഖ്യ ഘടകമായിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. ഓരോ RBCയിലും 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകളുണ്ട്. ഓരോ ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്കും 4 ഓക്സിജൻ തന്മാത്രകളെയാണ് അല്ലെങ്കിൽ 4 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളെ സംവഹനം ചെയ്യാൻ പറ്റും. ഹീമോഗ്ലോബിന്റെ അളവ് സ്ത്രീകളിൽ 12 മുതൽ 16ഉം പുരുഷന്മാരിൽ 14 മുതൽ 18 വരെ വരുന്നുണ്ട്. നമ്പർ DL ആണ് വരുന്നത്. അളവ് കുറയുന്നത് എന്തിലേക്ക് കാരണമാകും? ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് അനീമിയയ്ക്ക് കാരണമാണ്. അപ്പം നമ്മൾ ഇത്രയും നോക്കിയത് മനുഷ്യ ശരീരത്തിൻ്റെയാണ്. ഈ ശ്വസനം എന്ന് പറയുന്നത് പല ജീവികളിലും പല രീതിയിലല്ല വൈവിധ്യത്തോടെയാണ് കാണാൻ പറ്റുന്നത്. ഇതിൽ നോക്കുകയും ചുറ്റുമുള്ള ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനെ പാരമീസിയം കോശസ്തരം വഴി സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കോശസ്തരം വഴിയാണ് ഈ ഒരു പാരമീസിയം എന്ന് പറയുന്നത് ചുറ്റുമുള്ള
ഓക്സിജനെയൊക്കെ സെല്ലിനുള്ളിലേക്ക് കയറ്റുന്നത്. ഇനി നമുക്കറിയാം മണ്ണിര എന്ന് പറയുന്നത് ഒരു ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ കാഴ്ചവെക്കുന്ന ഈർപ്പമുള്ള ത്വക്കിലൂടെയാണ് അത് റെസ്പിറേഷൻ നടത്തുന്നത്. മത്സ്യം നമുക്കറിയാം ഗിൽസ് ശകുലങ്ങൾ വഴിയാണ് എന്ത് ചെയ്യുന്നത് റെസ്പിറേഷൻ നടത്തുന്നത്. തവള കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശവും വെള്ളത്തിലായിരിക്കുമ്പോൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷനും നടത്താറുണ്ട്. അപ്പോൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ നടത്തുന്നത് മണ്ണിരയും തവളയും നടത്താറുണ്ട്. ചിലന്തി എന്ന് പറയുന്നത് ബുക്ക് ലങ്സ് ഉപയോഗിച്ചാണ് ഇത് ശ്വാസം നടത്തുന്നത്. ഇനി വേറെ ചില ജീവികൾ നോക്കിയാൽ ശ്വസനത്തിന് ഓക്സിജൻ ഉപയോഗിക്കുന്ന ജീവികളിലെ ശ്വസന പ്രക്രിയ മനുഷ്യരിലെ ഇതിന് സമാനമാണ്. എന്നാൽ വാതക വിനിമയം, സംവഹനം എന്നിവയിൽ എന്താണ് വ്യത്യാസമുണ്ട്. വ്യത്യസ്ത ജീവികളിൽ ശ്വസന പ്രതലങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് അമ്യൂബയാണെങ്കിൽ അതിൻ്റെ കോശസ്തരത്തിലൂടെയാണ്, മണ്ണിരയാണെങ്കിൽ ത്വക്കിലൂടെയാണ്, മത്സ്യമാണെങ്കിൽ ഗിൽസിലൂടെയാണ്. അത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതിൽ കൂടെയൊക്കെയാണ് ഏത് മൃഗങ്ങൾക്ക് വരുന്നതെന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അത് സെറ്റാണ്. ഇനി സസ്യങ്ങളുടെ ശ്വസനം എങ്ങനെയാണെന്ന് നോക്കാം. സസ്യങ്ങളുടെ ശ്വസനം എന്ന് പറഞ്ഞാൽ ഇപ്പം ജന്തുക്കളെ പോലെ തന്നെ സസ്യങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇലകളിൽ ഇളം കാണ്ഡങ്ങളിലൊക്കെ കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളാണ് ആസ്യന്ത്രങ്ങൾ, സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഗ്യാസസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം മനുഷ്യനെ പോലെ, അതായത് സസ്യങ്ങളെ സംബന്ധിച്ച് സസ്യങ്ങളിലെ കോശശ്വസന പ്രക്രിയ മനുഷ്യരിൽ നിന്ന് സമാനമാണ്. ഏതാണ്ട് സിമിലാരിറ്റി ഉണ്ട്. എന്നാൽ ഇവയ്ക്ക് ശ്വസന വ്യവസ്ഥയോ വാതക സംവഹനത്തിനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഓർഗൻസ് ഒന്നുമില്ല. ഇപ്പം നമ്മൾ കൂട്ടി ലങ്സോ അങ്ങനെ പ്രത്യേക സംവിധാനങ്ങളൊന്നുമില്ല. എന്നാൽ ഇല, കാണ്ഡം, വേര് എന്നിവിടങ്ങളിൽ വാതക വിനിമയത്തിന് എന്താണ് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. അപ്പം ഈ ഒരു മരം നോക്കിക്കേ, ഇതിലെ ഇലയിലും ഇളം കാണ്ഡങ്ങളിലും ഉള്ള ചെറു സുഷിരങ്ങളെയാണ് സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നത്. കട്ടികൂടിയ കാണ്ഡത്തിന്റെയും വേരിന്റെയും ഉപരിതലത്തിലുള്ള ചെറു സുഷിരങ്ങളാണ് ലെന്റിസെൽസ് എന്ന് വിളിക്കുന്നത്. മൺതരികൾക്കിടയിലുള്ള വായുമായി വാതവിനിമയം നടത്തുന്ന വേരിലെ കോശങ്ങളുണ്ട്. കുറെ കോശങ്ങൾ ഇങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പം ഇതിൽ കൂടുതലും വരുന്നത് സ്റ്റൊമാറ്റ ആണ്. സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് പകൽ സമയങ്ങളിൽ തുറന്നിരിക്കുകയും രാത്രിയിൽ അടയ്ക്കുകയും ചെയ്യുന്നതാണ്. ഈ ഇലകളിലെ മീസോഫിൽ കോശങ്ങളിൽ പകൽ സമയത്ത് ഒരേ സമയം എന്ത് നടക്കാറുണ്ട്? ഫോട്ടോസിന്തസിസ് നടക്കാറുണ്ട്, റെസ്പിറേഷനും നടക്കാറുണ്ട്. അപ്പോൾ പകൽ സമയത്ത് ഈ ഒരു ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട് അതിൻ്റെ തോത് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫലമായിട്ട് ഓക്സിജൻ കണ്ടന്റ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷത്തിന്റെ തോത് കൂടുതലായതിനാൽ ഉണ്ടാക്കുന്ന ഓക്സിജന്റെ ശ്വസനത്തിനായി ഉപയോഗിക്കുകയും അധികമുള്ള ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോട്ടോസിന്തസിസ് വഴി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അല്ല കിട്ടുന്നത്, ഓക്സിജൻ ആണ് കിട്ടുന്നത്. ആ ഓക്സിജനെ ഇവരെന്താക്കും? ഓക്സിജനെ അതിന്റെ റെസ്പിറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. പിന്നെ ബാക്കി വരുന്നതിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശ്വസന ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷത്തിന് ഉപയോഗിക്കുന്നു. തികയാത്തത് അന്തരീക്ഷത്തിൽ നിന്ന് സ്വീകരിക്കുന്നു. രാത്രികാലങ്ങളിൽ സ്റ്റൊമാറ്റ അടയുമ്പോൾ ഡിഫ്യൂഷനിലൂടെ ശ്വസനവാതകങ്ങളുടെ വിനിമയവും നടക്കുന്നുണ്ട്. അപ്പോൾ ഡിഫ്യൂഷൻ വഴിയാണ് പിന്നെ ശ്വസനവാതകങ്ങൾ നടക്കുന്നത്. അപ്പോൾ ശ്വസന ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പം അതായത് ശ്വസനത്തിന്റെ ഫലമായിട്ട് നമ്മുടെ കൂട്ടി തന്നെയാണ് ഓക്സിജൻ ഉള്ളിലോട്ട് എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് കളയുന്നവരാണ്. ഈ കളയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇവർ എന്തിനുപയോഗിക്കും? ഫോട്ടോസിന്തസിസിന് ഉപയോഗിക്കും. ഫോട്ടോസിന്തസിസ് വഴി കിട്ടുന്ന ഓക്സിജൻ ഇവർ എന്തിനുപയോഗിക്കും? ശ്വസനത്തിന് ഉപയോഗിക്കും. അങ്ങനെയാണ് ഇവരുടെ ഒരു ഒരു സൈക്കിൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് പൈറൂവിക് ആസിഡ് ആവും. പൈറൂവിക് ആസിഡ് പിന്നെ എന്തായിട്ട് വാട്ടറും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും 28 ATP ഒക്കെ പറഞ്ഞു. അപ്പോൾ പല ജീവികളിലും അത് പല രീതിയാണ്. ഇപ്പം ലാക്ടോബാസിലസ് ബാക്ടീരിയ, പാല് തൈരാക്കുന്ന ആ ഒരു ബാക്ടീരിയയെ സംബന്ധിച്ച് ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആകുമ്പോൾ S2 ATP തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. പക്ഷേ പൈറൂവിക് ആസിഡ് പിന്നെ എൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് ആയിട്ടാണ് മാറുന്നത് അല്ലേ. ലാക്റ്റിക് ആസിഡാണ് നമ്മൾ പറയാറുണ്ട്, തൈരിൽ കാണപ്പെടുന്ന ആസിഡ് ഇത് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ ലാക്റ്റിക് ആസിഡ് ആയിട്ടാണ് മാറപ്പെടുന്നത്. എന്നാൽ ഈസ്റ്റിനെ സംബന്ധിച്ച് ഇതുപോലെ ഗ്ലൂക്കോസ് ഇതെല്ലാം കോശദ്രവ്യത്തിലാണ്, ഗ്ലൈക്കോളിസിസ് എന്നൊക്കെ പറയുമല്ലോ നമ്മളെ സംബന്ധിച്ച്. അത് 2 ATP റിലീസ് ആക്കുന്നുണ്ട്. 2 ATP റിലീസായിട്ട് ഈ പൈറൂവിക് ആസിഡ് പിന്നെ എന്താ, അപ്പോൾ 2 ATP റിലീസായി പൈറൂവിക് ആസിഡായി. പൈറൂവിക് ആസിഡ് എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഈസ്റ്റ് നമ്മൾ അറിയാലോ ഫെർമെൻറ്റേഷനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ആൽക്കഹോൾ പ്രൊഡക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ മാവ്, അതുപോലെ ഈ ബ്രെഡ് ഫാക്ടറീസിലും അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ ബേക്കിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഈ മനുഷ്യനടക്കമുള്ള ജന്തുക്കളിലും സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നു വെച്ചാൽ ഓക്സിജൻ ഉപയോഗിച്ചാണ്. അത്തരത്തിൽ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ടുള്ള റെസ്പിറേഷനെ നമ്മൾ എയ്റോബിക് റെസ്പിറേഷൻ എന്നും, അത്തരത്തിൽ ഉപയോഗിക്കുന്നില്ല, ശ്വസനത്തിന് വേണ്ടിയിട്ട് ഓക്സിജൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ
അനേറോബിക് റെസ്പിറേഷനും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് റെസ്പിറേഷനെ പറ്റി പറയാനുള്ളത്. പ്രധാനപ്പെട്ട 2 ചാപ്റ്റേഴ്സാണ് നോക്കിയിരിക്കുന്നത്. 7ാം ക്ലാസ്സിൻ്റെ 7ാമത്തെ ചാപ്റ്ററും 9ാം ക്ലാസ്സിൻ്റെ 2ാമത്തെ ചാപ്റ്ററുമാണ് ഇത് പഠിപ്പിക്കാനായിട്ട് റെഫർ ചെയ്തിരിക്കുന്നത്. ബാക്കി ചാപ്റ്റേഴ്സുകൾ എന്ന് പറയുന്നത് +1ൻ്റെ ഒരു ചാപ്റ്ററാണ്. അത് പക്ഷെ അത്രയും ആധികാരികമായിട്ടില്ല, എങ്കിൽ കൂടിയും ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻ്റർകോസ്റ്റൽ മസിൽസ്, ആ ഒരു ഏരിയ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വാതക വിനിമയം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഒന്നുകൂടി ചാപ്റ്ററുകളൊക്കെ ഒന്ന് നോക്കുക, ഈ 2 ചാപ്റ്ററുകൾ നോക്കുക. അടുത്ത സിസ്റ്റമായിട്ട് നമുക്ക് വീണ്ടും കാണാം.